മിക്സ് ചെയ്യാം. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. ബൈ. പിസ്സയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോപ്പിങ്ങിനായിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്ത് വേണം. ഇത് മോസറല്ലയാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലാതെ എൻ്റെ അടുത്ത് കുറച്ച് ചീസ് സ്ലൈസ് ഉണ്ട്, മിക്സറാണ്. വറ്റൽമുളക് ചതച്ചത്, ക്യാപ്സിക്കം, സവാള, സ്വീറ്റ് കോൺ, പിന്നെ കുറച്ച് ഒലീവ്സ്. സോസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, പഞ്ചസാര, പിന്നെ സവാളയും വെള്ളുള്ളി, ഒറിഗാനോ, ബ്ലാഞ്ച് ചെയ്ത തക്കാളി, ഓയിൽ. പിസ്സയുടെ മാവ് കുഴയ്ക്കാൻ നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം വേണം, ഈസ്റ്റ് വേണം, ഉപ്പ്, പഞ്ചസാര, മൈദ, ഒലിവ് ഓയിൽ. 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് പൊങ്ങാൻ വേണ്ടി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഈസ്റ്റ് 2 കപ്പ് മൈദയിലോട്ട് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായി കുഴയ്ക്കാം. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റായി നമ്മുടെ വിരലുകളൊക്കെ അതിനകത്തേക്ക് പോകുന്ന അത്രയും നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കാം. നന്നായി കുഴച്ച മാവിൻ്റെ മുകളിലോട്ട് ഓയിൽ പുരട്ടി വയ്ക്കാം. ഞാൻ ഒരു ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 1 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് സോസ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. തക്കാളി ആദ്യം തന്നെ ബ്ലാഞ്ച് ചെയ്തെടുക്കണം. ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടൊരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തൊലി എടുക്കാൻ പറ്റും. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ റിമൂവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിനകത്തേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞതും 8 അല്ലി വെള്ളുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ബ്ലാഞ്ച് ചെയ്ത് വെച്ചേക്കണ തക്കാളിയുടെ ഒപ്പം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. സവാളയൊക്കെ വഴറ്റി അതേ പാനിൽ തന്നെയാണ് സോസ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അതിനകത്ത് ഓയിൽ ബാക്കിയുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരപ്പിൽ നിന്ന് കുറച്ച് ചേർക്കാം. അതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിരിയമുളക് ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ അരപ്പ് ചേർക്കുക. ഒന്ന് വഴറ്റി പച്ചമണം പോകുമ്പോൾ ബാക്കിയുള്ള അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. പിരിയമുളക് ആയതുകൊണ്ട് നല്ലൊരു കളറാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റിയാൽ പച്ചമുളക് മാറി സൂപ്പർ സോസ് റെഡി ആയിരിക്കും. കാണാൻ അതിൻ്റെ കളർ തന്നെ കാണാൻ എന്ത് രസമാണ്. ഇനി നമുക്ക് നമ്മളുടെ മാവ് കുഴച്ചെടുക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുള്ള മാവാണത്. ഇരട്ടിയായിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാളും ഇരട്ടി സൈസായിട്ടുണ്ട്. അത് വീണ്ടും ഒന്ന് അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ പോയി നമുക്ക് 2 പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കാം. ഒരു കത്തി വെച്ച് മുറിച്ച് നമുക്കിങ്ങനെ 2 ഉരുളകളാക്കി എടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി നമുക്കിങ്ങനെ വയ്ക്കാം. ഒരു തുണി കൊണ്ട് മൂടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. അതിന് ശേഷം
നമുക്ക് കുറച്ച് മൈദ തൂവിയിട്ട് നന്നായി കൈ കൊണ്ട് പരത്തിയെടുക്കാം. ഒന്ന് ഷേപ്പായതിന് ശേഷം നമുക്കിങ്ങനെ അതിൻ്റെ പുറകിലൊക്കെയുള്ള പൊടിയൊക്കെ തട്ടിയെടുത്തിട്ട് നമുക്ക് പാനിലോട്ട് മാറ്റാം. നമുക്ക് അതുപോലെ വിരൽ വെച്ച് ആ ക്രസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് പിസ്സ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ചേർക്കാം. അരികിലാവാത്ത രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ചേർക്കാം. മോസറല്ല ആണ് ഏറ്റവും ടേസ്റ്റ്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചീസായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് സവാള ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. എൻ്റെ അടുത്ത് പച്ച മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കളർ ഫുള്ളായിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അത് ചേർത്തോളൂ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഒലീവ്സ് ചേർക്കാം. പിന്നെ സ്വീറ്റ് കോൺ കൂടെ ചേർത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ വേറൊരു തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ആയി. ഇപ്പോൾ നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് കണ്ടോ ആവിയൊക്കെ വരുന്നത്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മളുടെ പിസ്സ റെഡിയാക്കാനുള്ള പാൻ വയ്ക്കുന്നത്. 10 മുതൽ 12 മിനിറ്റ് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പിസ്സ റെഡിയാണ്. നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ. ആ ചീസെല്ലാം ശരിക്കും മെൽറ്റായി വന്നിട്ടുണ്ട്. അതാ നോക്കി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.